ഹലോ! ഇതാണ് വയറ് സ്നോ മാംഗോ ഐസ്ക്രീം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡ് മാളിലുള്ള സ്നോഫ്ലേക്കിൽ വന്ന് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ സംഭവം കിട്ടുന്നത്. അപ്പോൾ വീഡിയോസിലൊക്കെ ഉള്ള പോലെ തന്നെ ഹൈപ്പിനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഒരു മാംഗോ തിന്നുന്ന അതേ ഫീലായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. നമ്മുടെ താഴത്തെ നിലയിൽ മോളിൽ താഴത്തെ നിലയിൽ സൂപ്പർ ഡ്രഗിൻ്റെയും ഫുഡ് കോർട്ടിൻ്റെ നടുക്കായിട്ടാണ് ഈ സ്നോഫ്ലേക്ക് എന്ന് പറഞ്ഞ ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഈ വെച്ച് പിടിക്കുന്നത് മുരുകൻ ടെമ്പിളിലേക്കാണ്. ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയതും അങ്ങോട്ടേക്കായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് മുകളിലൊന്ന് കറങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റ് ഹാമിലുള്ള മുരുകൻ ടെമ്പിളാണ്. അപ്പോൾ ഇവിടെയുള്ള മഹാലക്ഷ്മി ടെമ്പിളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും പോയപ്പോൾ കിട്ടാത്തൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ പോയപ്പോൾ. നമ്മൾ ആ ടൈമിലെന്ന് പറയുകയാണെങ്കിൽ തിരക്കും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഭയങ്കര ഒരു കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോസൊന്നും അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എടുത്തില്ല. പക്ഷെ അവിടുത്തെ ആ ഒരു കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഒക്കെ മണമൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും നാട്ടിലൊരു അമ്പലത്തിൽ പോയ അതേ ഒരു ഫീലായിരുന്നു. ഞങ്ങളൊക്കെ ആകെ അന്ന് ഇങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇതിവിടെ പോയി ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ ഇരുന്നൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മൂഡേ ആകെ ചേഞ്ച് ആയിപ്പോയി. ഭയങ്കര റിഫ്രഷ് ഫീലായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വസന്ത് വിലാസിൽ പോയി ഒന്ന് ചെറുതായിട്ട് ഫുഡ് അടിച്ചു. പക്ഷേ അതിൻ്റെ ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പോണ വഴിയിൽ കണ്ട ഒരു പൂജാ സ്റ്റോറായിരുന്നു കേട്ടോ അത്. നമ്മുടെ നാട്ടിലുള്ള അതേപോലെ അവിടത്തേക്കാളും കൂടുതലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം ഐഡൽസ് ഉണ്ട് ഈ കടയിൽ. എൻ്റെ ദൈവമേ, ഇല്ലാത്തതൊന്നുമില്ല ഈ കടയിൽ. എല്ലാ സാധനങ്ങളും കിട്ടും. ഒരു പൂജയ്ക്ക് ഒരു അമ്പലത്തിലേക്കൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ചരട്, കർപ്പൂരം, അഗർബത്തി, പല കമ്പനികളുടെ അഗർബത്തീസ് ഉണ്ട്. പിന്നെ പൊട്ടുകൾ, പല തരത്തിലുള്ള പൊട്ടുകൾ, പല കളറിലുള്ള പൊട്ടുകളും, പിന്നെ കുറേ പാത്രങ്ങൾ. എൻ്റെ പൊന്നേ, ശരിക്കും ഈ കടയിൽ ചെന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പല സാധനങ്ങളും കണ്ടു. അപ്പോൾ ഞാനൊരു നടരാജൻ്റെ വിഗ്രഹം നോക്കിയാണ് പോയത്. പക്ഷേ കുറച്ച് കത്തിയായതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. അവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കറങ്ങി അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായക്കടയിൽ പോയി. അത് പിന്നെ ആരുടെ അടുത്തും പറയേണ്ട ആവശ്യമില്ല. ലണ്ടനിലുള്ള മിക്കവർക്കും അറിയണ ഒരു ഷോപ്പാണത്. അപ്പോൾ ഇവിടുത്തെ പൊതിച്ചോറാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഹോംലി ഫീലായിരുന്നു. നല്ല ടേസ്റ്റുള്ള കുറേ സാധനങ്ങളൊന്നും കുത്തി നിറച്ചിട്ടൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുട്ടും ബീഫും പൊറോട്ടയും അൽഫാമൊക്കെ ആയിരുന്നു. അതൊക്കെ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതും എൻ്റെ ചെയ്യുന്നതും ഫുഡ് വെച്ചിട്ടാണ്. അപ്പോൾ ശരി, ബൈ.